സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് കസ്തൂരിമാൻ. സീരിയൽ ജീവിയുടെ അനിയൻ ശിവ വീണ്ടും ശത്രുപക്ഷത്തേക്ക് കൂടുമാറിയത് പ്രേക്ഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം കാവ്യ ഗർഭിണിയാകുന്നതും ഒരു പൊന്നോമന കുഞ്ഞിന് ജന്മം നൽകുന്നതും സൂചിപ്പിക്കുന്ന പ്രൊമോ പുറത്തു വന്നതോടെ പ്രേക്ഷകർ സന്തോഷത്തിലായിരിക്കുകയാണ്. വളരെ കുറച്ചു നാളുകൾ കൊണ്ട് ഏഷ്യാനെറ്റിൽ റേറ്റിംഗിൽ മുന്നിലെത്തിയ സീരിയലാണ് കസ്തൂരിമാൻ. സീരിയലിൽ കാവ്യയായി വേഷമിടുന്നത് റെബേക്ക സന്തോഷും ജീവയായി വേഷമിടുന്നത് ശ്രീറാം രാമചന്ദ്രനുമാണ്. സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. കാവ്യയുടെയും ജീവയുടെയും ദാമ്പത്യവും ഇവരുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് സീരിയലിനെ മുന്നോട്ട് നയിക്കുന്നത്. സീരിയലിലെ പ്രധാന വില്ലത്തി നായകൻ ജീവയുടെ രണ്ടാനമ്മ ഇന്ദിരാബായിയാണ്. ഇവർക്കൊപ്പം ഇവരുടെ മകൾ ശിവാനിയും ജീവയുടെ മുൻകാമുകി നീതുവുമുണ്ട്. ആ സംഘത്തിലേക്കാണ് ഇപ്പോൾ ജീവയുടെ അർദ്ധ സഹോദരൻ ശിവയും കൂടി എത്തിയിരിക്കുന്നത്. ഇവർ ഒന്നിച്ച് ഇപ്പോൾ കാവ്യയെ കുടുക്കാനും സ്വത്തുക്കൾ തട്ടിയെടുക്കാനുമായി തന്ത്രങ്ങൾ മെനയുകയാണ്. ഇതോടെയാണ് ഇനി എന്താവുമെന്ന ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതേസമയം ജീവയോടൊപ്പം നായികയെ അഭിനയിക്കാൻ കാവ്യ ചിത്രത്തിന്റെ സംവിധായകൻ നിർബന്ധിക്കുന്നുണ്ട്. അതിന് കാവ്യ സമ്മതിക്കുമെന്നാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അതേസമയം കാവ്യ തലകറങ്ങി വീഴുന്നതും ഹോസ്പിറ്റലിലാകുമ്പോൾ ഗർഭിണിയാണെന്ന് അച്ഛമ്മ ജീവയോട് പറയുന്നതും പ്രൊമോയിൽ കാണിക്കുന്നു. ഇതോടെ ഈശ്വരമഠത്തിൽ എല്ലാവരും സന്തോഷിക്കുന്നതും പിണങ്ങിപ്പോയ കീർത്തിയും സിധുവും തിരികെ എത്തുന്നതായും പ്രൊമോയിലുണ്ട്. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കില്ലെന്നും സിനിമയിൽ നായികയാവാനുള്ള കരാറുള്ളതിനാൽ തന്നെ കാവ്യ ഗർഭിണിയായാൽ വൻതുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നേക്കും. ഇതോടെ കുഞ്ഞു വേണമോ എന്ന സംഘർഷത്തിലാവും ജീവയും കാവ്യയും ഉടനെന്ന് സൂചനകളും അണിയറ പ്രവർത്തകർ നൽകുന്നുണ്ട്. അതോടെ പുതിയ വഴിത്തിരിവിലെത്തുന്ന കസ്തൂരിമാന്റെ വരും എപ്പിസോഡുകൾ കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.